പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ബലരാമന്റെ ജീവിതത്തിൽ. ഇപ്പോൾ ജയിലിൽ കിടന്ന് ബലരാമന് ഒരു സമാധാനവും ലഭിക്കുന്നില്ല. എന്താണ് തനിക്കു ചുറ്റും സംഭവിക്കുന്നത്? ആരാണ് തൻ്റെ മാതാപിതാക്കൾ? എന്തിനാണ് അവർ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഇതിനുള്ള ഉത്തരം എനിക്ക് കണ്ടെത്തിയേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവുകയില്ല. ഷൺമുഖദാസിനെ എന്തായാലും ഉടൻ തന്നെ കാണണം. എനിക്ക് ജയിലിൽ നിന്നിറങ്ങണം. കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിനൊരു പോംവഴി ഉണ്ടാവുകയുള്ളൂ. സത്യങ്ങൾ അറിയണം. എന്നെ ചതിച്ചവർ, അവരെ വെറുതെ വിടരുത്. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതേ തുടർന്ന് വീണ്ടും ഷൺമുഖദാസ് വരികയാണ് ബലരാമനെ കാണുന്നതിനായി. ഇതോടെ ബലരാമനോട്, ബലരാമ, നീ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി കഴിഞ്ഞു. നിനക്ക് ഇനി പേടിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങാം. നീ മോചിതനായി കഴിഞ്ഞു. എന്ത്? എനിക്ക് ജാമ്യം കിട്ടിയോ? അതെ ബലരാമ, ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കുന്നു. ഇല്ല വക്കീലേ, വക്കീൽ എനിക്ക് ഒരു കാര്യം കൂടി പ്രോമിസ് ചെയ്തിരുന്നു. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ ആരാണ് എന്ന സത്യം എന്നോട് പറയുമെന്ന്. ആ സത്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ. എന്നെ ചതിച്ചവർ ആരാണ്? എനിക്ക് ആ സത്യം അറിയണം. നീ ആ സത്യങ്ങൾ അറിയണം എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം തുറന്നു പറയാനും തയ്യാറാണ്. ശരി, ആരാണവർ? അവരെ നിനക്ക് അറിയാവുന്നത് തന്നെയാണ്. നീ ജയിലിലാകാൻ കാരണമായതും അവർ തന്നെയാണ്. എന്ത്? വക്കീൽ എന്താ ഈ പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. നിന്റെ അച്ഛൻ സാഗറാണ്, അമ്മ സുജിയും. അവരുടെ ആദ്യ മകനാണ് നീ. അവരാണ് നിന്നെ ജനിച്ചതിന് ശേഷം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞത്. അതിനുശേഷം നീ മരിച്ചു എന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് ജീവിക്കുകയായിരുന്നു. സിമ്പതി പിടിച്ചുപറ്റി. അതിനുള്ള തെളിവുകളും എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ തെളിവുകൾ കാണിച്ചു കൊടുക്കുകയാണ് വക്കീൽ. ഇതോടെ ആകെ പകച്ചു പോകുന്ന ബലരാമൻ ഇപ്പോൾ അവർക്ക് സത്യമറിയാമോ എന്ന് ചോദിക്കുകയാണ്. അവർ ഒരു പക്ഷേ മനസ്സിലാക്കി കാണണം. അതാണല്ലോ നീ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത വിധം കുടുക്കി ഇവിടെ കിടത്തിയത്. ഇതോടെ ബലരാമൻ ഇതിനെല്ലാം ഞാൻ എണ്ണി പ്രതികാരം ചെയ്യും എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്നത് സുമിത്രയെ സന്തോഷിപ്പിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.